ായ ഖുർആനിലെ ചെറുതല്ല വലുതല്ലാത്ത ഇടത്തരം നിൽക്കുന്ന ഒരു സൂറത്ത്, ആ സൂറത്ത് ഒന്ന് ഓതി നോക്ക്. വിശുദ്ധമായ ഖുർആനിലെ 73-ാമത്തെ സൂറത്ത്, മക്കയിൽ അവതരിച്ച 20 ആയത്തുകൾ മാത്രമുള്ള 1.5 പേജ് മാത്രമുള്ള ഒരു അത്ഭുത സൂറത്ത്. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? വിശുദ്ധമായ ഖുർആനിലെ 73-ാമത്തെ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബി തങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓതി കൊടുക്കുന്ന സൂറത്ത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. നല്ല രസം അത് ഓതാൻ. അത് ഓതി നോക്കിക്കേ. ഒരു ദിവസം ഓതി അയ്യോ പ്രയാസം മാറിയില്ല, അല്ലെങ്കിൽ 2-3 ദിവസം ഓതിയിട്ട് അല്ലോ ഇത് പ്രയാസമൊന്നും മാറിയില്ലല്ലോ ഉസ്താദ് വെറുതെ പറഞ്ഞതാ എന്ന് പോലെ, അങ്ങനെ പോലെ. അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങുക. പരമാവധി എല്ലാ ദിവസവും ഓതുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ, ഒരു സങ്കടം വന്നപ്പോൾ ഈ സൂറത്ത് ഓതിയിട്ടാണ് ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ സമാധാനിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കും ഒരു പ്രയാസ പ്രശ്നം വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്ത് കൊണ്ട് ശിഫ കിട്ടും. എങ്ങനെ? ഈ സൂറത്ത് ശാരീരിക വേദന ഉണ്ട്, കൈക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ എത്രയോ ആളുകൾ അല്ലെ ബ്ലോക്ക് വന്ന് പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ സൂറത്തുൽ മുസമ്മിൽ ഓതുക. നമ്മൾ നമുക്ക് വേണ്ടി, സ്വന്തം, വേറെ ആർക്കും വേണ്ടിയല്ല. ഇഷ്ഫി എന്ന് അതിൻ്റെ അർത്ഥം എന്താ? ഇഷ്ഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവെ നീ ശിഫ തരണേ, നീ ശിഫ കൊടുക്കണേ എന്ന അർത്ഥം. അള്ളാഹിനോടാ പറയുന്നത്. അപ്പോൾ അത് എടുത്ത് ആ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയും, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സൂറത്തുൽ മുസമ്മിൽ ഓതുക. എല്ലാ ദിവസവും ഓതുക. പറ്റുന്നത് പോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മൾ തന്നെ കുടിക്കുക. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്ത് തേക്കുക.